ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ആനന്ദ് ലോകി. നിങ്ങളെല്ലാവരും സുഖമല്ലേ? സുഖമാണെന്ന് കരുതുന്നു. നമ്മൾ കുറേ ദിവസമായില്ല ഒരു ഫീൽ ഗുഡ് വീഡിയോ കണ്ടിട്ട്. എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ഫീൽ ഗുഡ് വീഡിയോ മാത്രമല്ല, ഒരു ഹാർട്ട് ടച്ചിങ് അനിമിയും അത് മാത്രമല്ല ഒരു ഫാമിലിയുടെ വാല്യൂ അറിയുന്ന ഒരു സിനിമയാണ്. ഇതിൽ നോക്കിയാൽ സിനിമ പറയുമ്പോൾ നമ്മൾ അതിൽ കോൺവെർസേഷൻസ് ഒക്കെ ഉണ്ടാകും. പക്ഷെ ഇതിൽ നോക്കിയാൽ കോൺവെർസേഷൻസ് ഇല്ല. ഇത് മൊത്തം നോക്കിയാൽ ഒരു ട്യൂണോടെ ആയിരിക്കും പോവുക. കുറച്ചും കൂടി വിശദമായി പറയുകയാണെങ്കിൽ ഇതൊരു സൈലന്റ് മൂവിയാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു ഉറപ്പ് തരാം, നിങ്ങൾ ഈ നോക്കാൻ പോകുന്ന 18 മിനിറ്റ് പറഞ്ഞ് ജസ്റ്റ് ഒരു വീഡിയോ ആയിരിക്കില്ല. നിങ്ങൾ നോക്കിയാൽ നിങ്ങളുടെ ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു വീഡിയോ ആവുന്ന ഈ വീഡിയോ ആയിരിക്കും ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ ഈ സ്റ്റോറിയുടെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ഹീറോ നോക്കിയാൽ കടലിലുള്ള വെള്ളത്തിൽ പെട്ടിരിക്കുകയാണ്. അവിടെ നോക്കിയാൽ എങ്ങനെയൊക്കെയോ രക്ഷപ്പെടാൻ നോക്കുന്നു. പക്ഷേ തിരമാലകളെല്ലാം കൂടി ചേർന്ന് നമ്മുടെ ഹീറോനെ നോക്കിയാൽ ഒരു ഐലാൻഡിൽ എത്തിച്ചേർക്കുന്നു. ആ ഐലാൻഡിൽ നോക്കിയാൽ ആൾക്കാരാരുമില്ല. നമ്മുടെ ഹീറോ നോക്കിയാൽ ഈ പാറകളുടെ മുകളിലൊക്കെ കയറി അവിടെ അടുത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയാണ്. പക്ഷെ ആരെയും കാണാനില്ല. അതുകൊണ്ട് നോക്കിയാൽ ഏറ്റവും മുകളിലുള്ള മലയിൽ കയറി നോക്കാൻ പറഞ്ഞ് ആ കാട്ടിനുള്ളിൽ നടക്കാൻ തുടങ്ങുകയാണ്. ഈ കാടിന്റെ ഉള്ളിൽ മുഴുവനും മുളയാണുള്ളത്. അങ്ങനെ നോക്കിയാൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവിടെ നോക്കിയാൽ കുറച്ച് വെള്ളം കാണുകയാണ്. അത് ഇന്നലെ പെയ്ത മഴയുടെ വെള്ളമായതുകൊണ്ട് നമ്മുടെ ഹീറോ നോക്കിയാൽ നല്ല വെള്ളം കുടിക്കുകയാണ്. അതിനുശേഷം ഇവൻ നോക്കിയാൽ അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ മലയുടെ മുകളിൽ കയറി ചുറ്റുഭാഗത്തും ഏതെങ്കിലും സ്ഥലമുണ്ടോ നോക്കിയതും അവിടെ മൊത്തം വിശാലമായിരുന്നു. അവിടെ വെള്ളത്തിനൊഴിച്ച് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവൻ നോക്കിയാൽ നിരാശനായിട്ട് ആ കാട്ടിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ കാട്ടിന്റെ നടുവിൽ നോക്കിയാൽ ഒരു കുളം കണ്ടു. അതിനുള്ളിൽ കണ്ടതും അവൻ നോക്കിയാൽ പെട്ടെന്ന് വെള്ളത്തിൽ ചാടി. ഇതാണ് അവിടെയുള്ള നല്ല വെള്ളവും കുടിക്കാൻ. ആ സമയത്ത് അവിടെ നോക്കിയാൽ പെട്ടെന്ന് ഒരു ചക്കമരം കണ്ടതും ഇവൻ നോക്കിയാൽ ചക്കമരത്തിൽ കയറി ചക്ക പിടുങ്ങി അത് നോക്കിയാൽ ഭക്ഷിക്കാൻ തുടങ്ങി. അതിനുശേഷം ഇവൻ അവിടെ ഉണ്ടായിരുന്ന മലയൊക്കെ ഒന്ന് ചുറ്റി നോക്കാൻ പറഞ്ഞ് അവിടെ നോക്കിയാൽ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ വെള്ളത്തിൽ ഒരു ക്യാൻ കണ്ടു. അപ്പോൾ ഇവൻ പെട്ടെന്ന് അത് എടുക്കാൻ പറഞ്ഞ് അവിടെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവൻ സ്ലിപ്പായി ഒരു ഗുഹയിനുള്ളിൽ വീഴുകയാണ്. ഇവൻ അതിൽ നിന്നും രക്ഷപ്പെടാൻ നോക്കുകയാണെങ്കിൽ അവിടെ നോക്കിയാൽ ഹൈറ്റ് ആയിട്ടാണ് ആ സ്ഥലം ഉള്ളത്. അതുകൊണ്ട് ഇവനും നോക്കിയാൽ വേറൊരു വഴിയുമില്ല. ആ സമയത്ത് ഇവൻ പെട്ടെന്ന് വെള്ളത്തിനുള്ളിൽ ശ്വാസം വലിച്ച് പെട്ടെന്ന് വെള്ളത്തിനുള്ളിൽ പോവാൻ തുടങ്ങുകയാണ്. അവസാനം ഒരു ചെറിയ ഗ്യാപ്പ് വഴി അവൻ പുറത്തു വരികയാണ്. പുറത്തു വന്നതും പെട്ടെന്ന് ആ ക്യാനിന്റെ അവിടെ പോയി ആ ക്യാൻ എടുത്ത് വന്ന് പൊട്ടിച്ചതും ഇവൻ നോക്കിയാൽ വീണ്ടും നിരാശനായി. കാരണം അതിനുള്ളിൽ ഒന്നുമില്ല. ഇവൻ ആ കാട്ടിന്റെ ഉള്ളിൽ അലഞ്ഞു നടക്കുമ്പോൾ ഇവന്റെ കാഴ്ചയിൽ കാണുന്ന 65% മുളവടികളായിരുന്നു. ഇവൻ അതിലെ കുറച്ച് മുളവടികളെല്ലാം മുറിച്ച് ആ കടൽ തീരത്ത് കൊണ്ടുവന്ന് വെക്കുകയാണ്. അതിനുശേഷം ആ കടൽ തീരത്തിനെ കടക്കുന്നു. ആ ഇരുണ്ട രാവിൽ കുറെ ആമക്കുഞ്ഞുങ്ങൾ കടലിനുള്ളിൽ നീന്തി പോകുന്നത് കണ്ട് ആസ്വദിച്ചു നിൽക്കുകയാണ് ഇവൻ. പകലായതും അവൻ അവിടെ ഉണ്ടായിരുന്ന മുളവടി വെച്ച് ഒരു ചെറിയ തോണി ഉണ്ടാക്കി അത് നേരെ കടലിൽ കുറച്ച് ഇറക്കി വെച്ച് ഇവൻ ഭക്ഷണം കഴിക്കുകയാണ്. അതിനുശേഷം യാത്രക്കുള്ള കുറെ ഭക്ഷണമൊക്കെ തയ്യാറാക്കി അവൻ അവിടെ നിന്ന് വിട പറയുന്നു. അതിനുശേഷം കടലിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അടിയിൽ നോക്കിയാൽ ഏതൊരു ജീവി വന്ന് അവന്റെ കപ്പലിൽ തന്നെ നശിപ്പിക്കുകയാണ്. ഈ കപ്പൽ പൊട്ടിയതും അവൻ കടലിനുള്ളിൽ നീന്തിപ്പോയിട്ട് അവിടെ ഏത് ജീവിയാണ് ഇവന്റെ കപ്പൽ നശിപ്പിച്ചതെന്ന് നോക്കുമ്പോൾ അവിടെ ഏത് ജീവിയും കാണാനില്ല. ഇവൻ അവസാനം ശരി നമുക്ക് കരയിലെത്തി വേറെ കപ്പൽ ഉണ്ടാക്കി വരാൻ പറഞ്ഞ് അവൻ നീന്തി അവസാനം കരയിലെത്തുകയാണ്. അതിനുശേഷം ആ ദിവസം രാത്രി ഉറങ്ങാതെ അവിടെ ഉണ്ടായിരുന്ന വലിയ മുളവടികളെല്ലാം വെട്ടി ഇവൻ കരയിൽ കൊണ്ടുവന്ന് വലിയൊരു കപ്പൽ തന്നെ ഉണ്ടാക്കി ഇവൻ അവിടെ നിന്നും വീണ്ടും യാത്ര പറയുകയാണ്. ഇവൻ ആ നീണ്ട കടലിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും അടിയിൽ ഏതൊരു ജീവി വന്ന് ഇവന്റെ കപ്പലിനെ വീണ്ടും അവിടെ നോക്കിയാൽ തട്ടി അവസാനം നോക്കിയാൽ ആ കപ്പലിനെ പൊട്ടിച്ചു വിടുകയാണ്. ഇവൻ ആ കടൽ വെള്ളത്തിനുള്ളിൽ വീണപ്പോൾ അവിടെ ചുറ്റുഭാഗത്ത് നോക്കിയപ്പോൾ വേറെ ഒരു ജീവിയും കാണാനില്ല. ഇവനെ ഒന്നും മനസ്സിലാവാതെ കരയിലെത്തി ആലോചിച്ചിരുന്നിട്ട് രാത്രി കാട്ടിനുള്ളിൽ പോയി കടന്നുറങ്ങുകയാണ്. ആ സമയത്ത് കാട്ടിന്റെ നടുവിൽ നിന്നും എവിടെ നിന്നും ഒരു പാട്ട് സൗണ്ട് കേൾക്കുന്നു. ഇവൻ എണിച്ച് കരയിലെത്തി നോക്കുമ്പോൾ അവിടെ 4 പേര് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു. ഇവൻ എന്നെ രക്ഷിക്കുകയും പറഞ്ഞ് അവിടെ പോകുമ്പോൾ അവരെ അവിടെ നിന്നും പെട്ടെന്ന് അപ്രത്യക്ഷമാവുന്നു. ഇവനെ അവിടെ തോന്നിയത് ഹാലുസിനേഷൻ ആണ്. ഇവന്റെ ഒറ്റപ്പെടൽ എങ്ങനെയാണെന്ന് നമുക്ക് പ്രതിഫലനം ചെയ്യാൻ വേണ്ടിയായിരുന്നു ഇങ്ങനെ കാണിച്ചിരുന്നത്. അങ്ങനെ അടുത്ത ദിവസം വീണ്ടും ഒരു കപ്പലുണ്ടാക്കി ഇവൻ ആ കടലിലേക്ക് വീണ്ടും യാത്ര തുടങ്ങുകയാണ്. പക്ഷേ ഇപ്രാവശ്യം അവന്റെ കയ്യിൽ ഒരു വെടി നോക്കിയാൽ തയ്യാറായി വെച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം ആ ജീവി വന്നാൽ തല്ലാൻ പറഞ്ഞിട്ടാണ്. ഇപ്രാവശ്യം അവൻ കടലിൽ യാത്ര ചെയ്യുമ്പോൾ ആ ജീവിനെ ഇവൻ കണ്ടു. അത് വേറൊന്നുമല്ല, ഒരു ചുവപ്പ് കളർ ആമയായിരുന്നു. ഇവൻ ആമനെ കണ്ടതും അവൻ സൈഡിലായി നിന്നു. ആ സമയത്ത് ആമ നോക്കിയാൽ പെട്ടെന്ന് അടിയിൽ പോയി ഇവന്റെ ആ കപ്പലിനെ വീണ്ടും ആക്രമിക്കാൻ തുടങ്ങി. ഇവൻ ആമയെ തല്ലുമ്പോഴേക്കും ആ കപ്പൽ മുഴുവനും തകർന്നിരുന്നു. ഈ തകർന്ന കപ്പലിൽ നിന്നും കടലിനുള്ളിൽ വീണ ഇദ്ദേഹത്തെ ആ ആമ ആക്രമിക്കുന്ന പോലെ ഇദ്ദേഹത്തിന്റെ അടുത്ത് വന്നു. ഇദ്ദേഹം പേടിച്ച് അവിടെ നോക്കിയാൽ പതുങ്ങിയിരിക്കുമ്പോൾ പെട്ടെന്ന് ആമ ഇദ്ദേഹത്തിനെ കണ്ടിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് പോയി. ഇദ്ദേഹം ദേഷ്യത്തോടെ നീന്തിയിട്ട് കരയെത്തുകയാണ്. കരയിലെത്തിയത്
കണ്ടതും ഇദ്ദേഹത്തിന്റെ ദേഷ്യം അടക്കാൻ സഹിക്കാതെ ഒരു കല്ലെടുത്ത് കടലിൽ എറിയുകയും അത് മാത്രമല്ല മരത്തിലേക്ക് കുലിക്കുകയും ഒരു കല്ലിന്റെ മുകളിൽ കയറി കത്തുകയും ചെയ്യുന്നു. ആ സമയത്താണ് ഇദ്ദേഹത്തിന് ആ ആമ നോക്കിയാൽ കരയിലെത്തുന്നത് കാണുന്നത്. ഇത് കണ്ട് ഇദ്ദേഹത്തിന് കള്ളന്റെ താക്കോലിട്ട് പോയി സന്തോഷപ്പെട്ട് ഒരു കോലെടുത്ത് ആ ആമിന്റെ തലയിൽ തന്നെ തല്ലി ആമനെ നോക്കിയാൽ തല്ലി തിരിച്ചു വിടും. അതുകൊണ്ട് ഈ ആമയ്ക്ക് എവിടെയും അനങ്ങാൻ പറ്റാണ്ടായി ആ ആമ അവിടെ തന്നെ കടന്നു. ആ സമയത്ത് ഇദ്ദേഹം കുറെ കപ്പലൊക്കെ ഉണ്ടാക്കി രക്ഷപ്പെടാൻ നോക്കി. പക്ഷെ ഇദ്ദേഹത്തിനെ കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. ഈ ആമ ഇല്ലാണ്ടായിട്ടും ഇദ്ദേഹത്തിനെ കൊണ്ട് നോക്കിയാൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നില്ല. 2 ദിവസം കഴിഞ്ഞ് ഇദ്ദേഹം വീണ്ടും ഒരു കപ്പലുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ആമനെ കണ്ട് ഇദ്ദേഹം നോക്കിയാൽ ഇദ്ദേഹം ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാക്കുന്നു. അതിന്റെ കൂടെ തന്നെ ഇദ്ദേഹം ഈ ഐലാൻഡിൽ ജീവിക്കാൻ പഠിക്കുകയാണ്. ഇദ്ദേഹം മീൻ പിടിച്ചിട്ട് വരുമ്പോൾ ഈ ആമനെ കണ്ട് ഇദ്ദേഹം ചെയ്തത് തെറ്റാണ് മനസ്സിലാക്കി അവിടെ സങ്കടപ്പെടുന്നു. ഇദ്ദേഹം കുറച്ചു സമയം ആമയുടെ മുമ്പിൽ മുട്ടുകാൽ കുത്തിയിരുന്ന് അദ്ദേഹത്തിന്റെ കൈ വെച്ച് ആമയുടെ കൈയിന് തൊട്ട് അവിടെ നിന്ന് എണിച്ചു പോവുകയാണ്. അതിനുശേഷം കുറച്ചു നേരം ആമയോട് അടുത്തിരിക്കുന്നു. ആ ദിവസം രാത്രി പെട്ടെന്ന് ആമ നോക്കിയാൽ പെട്ടെന്ന് പൊങ്ങിപ്പോവുകയാണ്. കാറ്റിൽ അത് നോക്കിയാൽ സഞ്ചരിക്കാൻ തുടങ്ങി. ഈ മനുഷ്യൻ പെട്ടെന്ന് അതിനെ പിടിക്കാൻ നോക്കുന്നു, പക്ഷെ കിട്ടുന്നില്ല. ആ സമയത്താണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതൊരു സ്വപ്നമാണെന്ന്. ഈ സ്വപ്നം കണ്ടതും അദ്ദേഹം പെട്ടെന്ന് എണിച്ച് ആമയുടെ അരികിൽ പെട്ടെന്ന് ഓടിപ്പോവുകയാണ്. ആമയുടെ അരികിൽ എത്തിയതും പെട്ടെന്ന് ആമേനെ തിരിച്ചിടാൻ നോക്കുന്നു, പക്ഷെ അദ്ദേഹത്തിന് കിട്ടുന്നില്ല. ഇദ്ദേഹം നോക്കിയാൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറഞ്ഞ് കുറച്ച് വെള്ളം എടുത്തിട്ട് നോക്കിയാൽ അതിന്റെ വായിൽ ഒഴിച്ചു കൊടുക്കുന്നു. പക്ഷെ എന്തു ചെയ്താലും ആ ആമയുടെ ശരീരത്തിൽ ഒരു അനക്കവുമില്ല. ഇദ്ദേഹം ചെയ്തതിനോർത്ത് അവിടെ ഇരുന്ന് ആമയുടെ മുമ്പിൽ കരയുകയാണ്. അതിനുശേഷം ആ രാത്രി ആ ആമയുടെ അരികിൽ തന്നെ കടന്നുറങ്ങി. അപ്പോഴാണ് പെട്ടെന്ന് അവിടെ എന്തോ ഒരു പൊട്ടുന്ന സൗണ്ട് കേൾക്കുന്നത്. എന്താണെന്ന് നോക്കിയാൽ ആമയുടെ നെഞ്ചിൽ എന്തോ പൊട്ടിയിരിക്കുന്നു. ആ പൊട്ടൽ പെട്ടെന്ന് കുറച്ചു സമയത്തിനകം പെട്ടെന്ന് അതൊരു പെണ്ണായി മാറിയിരിക്കുന്നു. അതിനുള്ളിലുണ്ടായിരുന്ന ആമ നോക്കിയാൽ പെട്ടെന്ന് ഒരു സ്ത്രീയായി മാറിയിരിക്കുകയാണ്. ആ സമയത്ത് ഇദ്ദേഹം നോക്കിയാൽ ഇദ്ദേഹത്തിന്റെ കണ്ണിനെ തന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇദ്ദേഹം പെട്ടെന്ന് പോയി കാട്ടിന്റെ നടുവിൽ നിന്നും കുടിക്കാനായി നല്ല വെള്ളം എടുത്തിട്ട് വന്നിട്ട് ഈ പെണ്ണിനെ കുടിക്കാൻ കൊടുക്കുകയാണ്. പക്ഷേ ഈ പെണ്ണിന് ഒരു അനക്കവുമില്ല. ഇദ്ദേഹം രാവിലെ ആയതും പെട്ടെന്ന് ഈ വെയിലൊക്കെ ഈ പെണ്ണിന് മുകളിൽ തട്ടുന്നത് കൊണ്ട് കാട്ടിന്റെ ഉള്ളിൽ നിന്നും കുറച്ച് ഇലകളൊക്കെ എടുത്തിട്ട് വന്നിട്ട് ഈ പെണ്ണിനെ വെയിൽ തട്ടാത്ത പോലെ ആക്കി തണൽ കൊടുക്കുകയാണ്. എന്നിട്ട് ഈ പെണ്ണിന്റെ അടുത്ത് ഇദ്ദേഹം നോക്കിയാൽ അവിടെ ഇരിക്കുന്നു. ആ ദിവസം അവിടെ മൊത്തം ഇരിക്കുകയാണ്. കുറച്ചുപോലും അനങ്ങിയിട്ടില്ല ഇദ്ദേഹം. ആ ദിവസം രാത്രി അവിടെ തന്നെ അദ്ദേഹം കടന്നുറങ്ങുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് മഴ വരുന്നത്. ഈ മഴ കൊണ്ടതും ഇദ്ദേഹം ഉണരുകയാണ്. അതിനുശേഷം ഇദ്ദേഹം ആ പെണ്ണിനെ നോക്കുമ്പോൾ അതിനുള്ളിൽ കുറെ ഒറ്റിക്കൊണ്ടിരിക്കുന്നു അതിനുള്ളിൽ. അതുകൊണ്ട് ഇദ്ദേഹം കുറച്ചും കൂടി ചെടി വെട്ടിയിട്ട് വന്നിട്ട് മുകളിൽ വെക്കാൻ പറഞ്ഞു പോയപ്പോൾ ഈ ഒറ്റുന്ന മഴത്തുള്ളികളൊക്കെ ഈ പെണ്ണിന്റെ മുകളിൽ തട്ടിയതും ഈ പെൺകുട്ടിക്ക് പെട്ടെന്ന് ബോധം വരാൻ തുടങ്ങുന്നു. ഇദ്ദേഹം പെട്ടെന്ന് അവിടെ നോക്കുമ്പോൾ അവിടെ നോക്കിയാൽ ഓട് മാത്രമേ ഉള്ളൂ. ഈ പെണ്ണ് അവിടെ കാണുന്നില്ല. ആ സമയത്ത് ഇദ്ദേഹം ആ കടൽ തീരത്ത് മൊത്തം തപ്പി നോക്കുന്നു. എവിടെയും കാണാനില്ല പെണ്ണിനെ. ഇദ്ദേഹം ആ പെണ്ണിനെ തപ്പി ആ കാട്ടിൻ്റെ ഉള്ളിൽ ഓടുകയാണ്. അതിനുള്ളിൽ പോയി നോക്കിയതും നടുവിലുണ്ടായിരുന്ന കുളത്തിലും തപ്പി നോക്കുന്നു. അവിടെയും കാണാനില്ല. അവിടെ മൊത്തം തപ്പി നോക്കിയിട്ട് ഇദ്ദേഹം ക്ഷീണിച്ചിട്ട് ശരി എവിടെ ഉണ്ടാവില്ല പോയി കാണും പറഞ്ഞിട്ട് അവിടെ ഇദ്ദേഹം മൊത്തം തപ്പിയിട്ട് ആ കടൽ തീരത്ത് ഇരുന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അവിടെ തന്നെ കടന്നുറങ്ങുന്നു. ഇദ്ദേഹം അവിടെ കടന്നുറങ്ങിയതിനു ശേഷം രാവിലെ വെയിലടിക്കാൻ തുടങ്ങിയത് മെണിച്ചു നോക്കുമ്പോൾ ആ കടലിന്റെ ഉള്ളിൽ നോക്കിയാൽ ആ സ്ത്രീ ഉള്ളത് ഇദ്ദേഹം കണ്ട് അവിടേക്ക് ഓടുകയാണ്. ആ സമയത്ത് ഇദ്ദേഹം അവിടെ പോയി നോക്കുമ്പോൾ ആ സ്ത്രീ പെട്ടെന്ന് ഉള്ളിപ്പോയി. ആ സമയത്താണ് ഇദ്ദേഹത്തിന് അറിയുന്നത് ഈ പെണ്ണിന് വസ്ത്രമില്ല എന്ന്. ഇത് മനസ്സിലാക്കി ഇദ്ദേഹത്തിന്റെ ഷർട്ട് അയച്ച് ആ കരയിൽ വെച്ചിട്ട് ഇദ്ദേഹം കുറച്ചായി നടന്ന് ആ കാട്ടിനുള്ളിൽ പോവുകയാണ്. ആ കാട്ടിനുള്ളിൽ കുറച്ചേരം നിന്നതിന് ശേഷം അദ്ദേഹം നോക്കിയാൽ പുറത്തു വരികയാണ്. ആ കടൽ തീരത്ത് വന്ന് നോക്കുമ്പോൾ അവിടെ ആ ഷർട്ട് കാണാനില്ല, ആ പെണ്ണിനെയും അവിടെ കാണാനില്ല. അതുകൊണ്ട് ഇദ്ദേഹം വീണ്ടും ആ കാട്ടിനുള്ളിൽ നടന്നുപോയി ആ പെണ്ണിനെ അന്വേഷിക്കുകയാണ്. അവിടെ മൊത്തം തപ്പി നോക്കിയിട്ടും ആ പെണ്ണിനെ കാണാനില്ല. അപ്പോഴാണ് ഈ പെണ്ണ് ആ ആമയുടെ ഓടിനെ പെട്ടെന്ന് ആ വെള്ളത്തിനുള്ളിൽ വലിച്ചിട്ട് പോകുന്ന ഇദ്ദേഹം കാണുന്നത്. ഇത് കണ്ട് ഇദ്ദേഹം അവൾ തിരിച്ച് കടലിലേക്ക് പോവാണെന്ന് കരുതി ഓടി വന്ന് നോക്കുമ്പോൾ ആ ഓടിനെ കടലിനുള്ളിൽ തള്ളിയിട്ട് ഈ പെണ്ണ് തിരിച്ച് കരയിൽ കയറുന്നു. ഇത് കണ്ട് ഇദ്ദേഹത്തിന് ഒന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ ഇദ്ദേഹം ഉണ്ടാക്കി വെച്ചിരുന്ന ഈ കപ്പലിനെ ഈ കടലിനുള്ളിൽ തള്ളിവിടാൻ പോവുകയാണ്. ഇതിന്റെ അർത്ഥം എന്താ വെച്ചാൽ പുറം ലോകത്തിൽ അടിപിടി, മത്സരം, വാത്സല്യം, പ്രശ്നം മൊത്തമാണ്. അവിടെ ജീവിക്കുന്നതിനേക്കാളും ഈ പെണ്ണിന്റെ ഒപ്പം ഇവിടെ ജീവിത അവസാനം വരെ ജീവിക്കാന്ന് ഇദ്ദേഹം തീരുമാനിച്ചാണ് ഇദ്ദേഹം ഉണ്ടാക്കി വെച്ചിരുന്ന കപ്പൽ ഇദ്ദേഹം ആ കടലിനുള്ളിൽ തള്ളിവിടുന്നത്. ഇവൻ ചെയ്യുന്നതൊക്കെ ആ പെണ്ണ് അവിടെ നിന്ന് നോക്കുകയാണ്. അതിനുശേഷം ഇവൻ ആ കപ്പലിനെ ആ കടലിലിട്ടിട്ട് വെള്ളത്തിനുള്ളിൽ നീന്തി പോകുന്നു. ആ സമയത്ത് ആ പെണ്ണും നോക്കിയാൽ ഇവന്റെ അടുത്ത് നീന്തി വരികയാണ്. ആ കടലിനുള്ളിൽ ഇവരുടെ പ്രണയം പൂക്കുകയാണ്.
അതിനുശേഷം ഇവർ രണ്ടുപേരും കടലിൽ നീന്തി പോകുന്നു. അങ്ങനെ നീന്തി അവസാനം നോക്കിയാൽ ഒരു കരയിലെത്തുന്നു. കരയെന്ന് പറയാൻ പറ്റില്ല, അതൊരു ചെറിയൊരു ലാൻഡാണ്. ആ ലാൻഡിലെത്തിയതും അവിടെ ഉണ്ടായിരുന്ന ഒരു കക്കേനെടുത്ത് ഇവന്റെ അടുത്ത് കഴിക്കാൻ കൊടുക്കുന്നു. ഇവൻ നോക്കിയാൽ ഇത് വാങ്ങിച്ചിട്ട് അവന്റെ മനസ്സിലൊന്ന് വിചാരിച്ചു നോക്കുകയാണ്. അന്നൊരു ദിവസം ഒരു കട്ടയെടുത്ത് ഇവളുടെ തലയിൽ തന്നെ ഞാൻ തല്ലി, എന്നാലും ഇവൾക്ക് എന്റെ മുകളിൽ തിരിച്ചു ലവാണുള്ളത്. ഇവൾക്ക് എന്റെ മുകളിൽ ഒരു ദേഷ്യവുമില്ല. ഇവളുടെ മനസ്സ് ഒരു പ്യുവർ ലവ് ആണെന്ന് മനസ്സിലാക്കി ഇവളുടെ പുറകിൽ തന്നെ ഇവൻ പോവാൻ തുടങ്ങുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ഈ ഐലാൻഡിൽ എത്തിച്ചേരുകയാണ്. അവിടെ നിന്നും ഇവരുടെ രണ്ട് മനസ്സും ഒന്നായി ചേരുകയാണ്. ഇവരുടെ പ്രണയത്തിന് അർത്ഥമായി അവർക്ക് നോക്കിയാൽ ഒരു ഭംഗിയായ ഒരു ആൺകുട്ടി ജനിക്കുകയാണ്. ഈ കുട്ടിയും ഈ കുട്ടിയുടെ മാതാപിതാക്കളും ഈ ഐലാൻഡിൽ സന്തോഷമായി ജീവിച്ചു വരികയാണ്. ഈ 1.5 വയസ്സായ ഈ പിഞ്ചു കുട്ടിയുടെ കാൽപാദം ഈ ഐലാൻഡിൽ മുക്കാൽ ഭാഗത്തും പതിഞ്ഞിരിക്കുകയാണ്. ഈ കുട്ടി കടൽ തീരത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കടൽ തീരത്ത് ഒരു ബോട്ടിൽ കിട്ടുകയാണ്. ആ ബോട്ടിൽ എടുത്തിട്ട് പോയി അമ്മയുടെ അടുത്ത് കാണിച്ചു കൊടുത്തതും അമ്മ അവൻ്റെ അടുത്ത് തിരിച്ചു കൊടുത്തു വിട്ടു. ഈ കുട്ടി പോയി അവിടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ഹീറോ ഈ കുട്ടീനെ വിളിച്ച് കടൽ തീരത്ത് പോയി മണ്ണിൽ കൈവച്ച് വരച്ച് ഇവിടെ നമ്മുടെ ഐലാൻഡിൽ നീയും ഞാനും അമ്മയും സന്തോഷമായി ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതേ പുറം ലോകം നോക്കിയാൽ കുറെ മനുഷ്യരും കുറെ ജീവികളും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവിടെ നമ്മളുടെ അത്രയും സന്തോഷമായിട്ടുള്ള മനുഷ്യരാരും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് അമ്മ വന്നിട്ട് ഇവിടെ നോക്കിയാൽ ലാമിനെ വരച്ചു കൊടുത്തിട്ട് അവൻ്റെ അമ്മ നോക്കിയാൽ ലാമിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. ആ ദിവസം സൂര്യാസ്തമനത്തിൽ കുട്ടിയും കുട്ടിയുടെ അമ്മയും അച്ഛനും കടൽ തീരത്ത് നിന്ന് അവിടെ നോക്കിയാൽ സൂര്യാസ്തമനം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു മനോഹരമായ കാഴ്ചയാണത്. ഈ ദിവസം ഈ കുട്ടിയുടെ മനസ്സിൽ ഇതൊരു സന്തോഷമായ ഒരു ദിവസമായി മാറുകയാണ്. അടുത്ത ദിവസം പുലർച്ച ഇവന്റെ അമ്മ കുറെ മരുന്നു ചെടികൾക്ക് പിടുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ചെക്കൻ മലയുടെ അറ്റത്ത് പോയി നിന്ന് താഴെ നോക്കുമ്പോൾ ഒരു ആമനെ കണ്ടു. ഈ ആമനെ കണ്ടതും ഈ കുട്ടി പെട്ടെന്ന് അവിടെ നിന്ന് മലയിറങ്ങിയതും അവിടെ നിന്ന് വഴിക്ക് നമ്മുടെ ഹീറോ ഫസ്റ്റ് ഒരു കുഴിയിൽ വീണ കുഴിയിൽ തന്നെ ഈ കുട്ടി വീഴുകയാണ്. ആ സമയത്ത് അവന്റെ അച്ഛൻ കണ്ട് പെട്ടെന്ന് ആ കുഴിയിനുള്ളിൽ ഇറങ്ങാൻ പോവുകയാണ്. പക്ഷെ അവന്റെ അമ്മ അവനെ തടുത്ത് പോണ്ടാൻ പറയുന്നു. ആ സമയത്ത് കുട്ടി നീന്തി മുകളിൽ പോയിട്ട് ശ്വാസം വലിക്കുകയാണ്. ആ സമയത്ത് അമ്മ പറഞ്ഞു, നീ കുറച്ചു നേരം അങ്ങനത്തെ നീന്തി നിൽക്ക്, ഞാൻ വേഗം പോയി ഒരു കയറെടുത്തിട്ട് വരാം, അതുവരെ ഒന്നും ചെയ്യണ്ടാൻ പറഞ്ഞതും ആ കുട്ടി പെട്ടെന്ന് അടിയിൽ കൂടി നീന്തി ആദ്യം അച്ഛൻ രക്ഷപ്പെട്ട വഴി തന്നെ രക്ഷപ്പെട്ടു വരുന്നു. ആ സമയത്ത് മുകളിൽ പിന്നെയും പോയി ശ്വാസം വലിച്ചിട്ട് തിരികെ ആ വെള്ളത്തിനുള്ളിൽ പോയി ആമന്റെ അടുത്ത് ഒരു സംഭാഷണം നടത്തുന്ന പോലെ നടത്തുന്നു. അപ്പോഴേക്കും അച്ഛൻ വെള്ളത്തിൽ ചാടി ആ കുട്ടീനെ നോക്കിയാൽ പൊക്കിയിട്ട് മുകളിൽ കൊണ്ടുവരുന്നു. ഇതിനുശേഷം കുറച്ച് വർഷങ്ങൾ അങ്ങനെ കടന്നു പോകുന്നു. ഈ കുട്ടിക്ക് ഇപ്പോൾ 8 വയസ്സാവുകയാണ്. മരത്തിൽ കയറി അച്ഛനെയൊക്കെ സഹായിക്കുന്നത്ര വയസ്സാവുന്നു. ഈ കുട്ടി കിട്ടുന്ന സമയമെല്ലാം അച്ഛന്റെ അടുത്ത് പുറം ലോകം എങ്ങനെയാണെന്ന് ചോദിച്ചു മനസ്സിലാക്കുന്നു. അതിനുശേഷം ഈ കുട്ടി വെള്ളത്തിൽ നീന്തുകയാണ്. ഈ കുട്ടിക്ക് ഇപ്പം നോക്കിയാൽ ഒരു ചെറിയ പവർ പോലെ വെള്ളത്തിനുള്ളിൽ ശ്വസിക്കാൻ പറ്റുന്നുണ്ട്. ഈ കുട്ടി ആമകളോടൊപ്പം നീന്തി പോവുകയാണ്. ആമകളോടൊപ്പം അങ്ങനെ നീന്തി എല്ലാ അമ്മയോടൊപ്പം സന്തോഷമായി ജീവിക്കുന്നു. അങ്ങനെ ആ കുട്ടി നോക്കിയാൽ അമ്മയോടൊപ്പം സംസാരിച്ച് കക്കകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുകളിൽ കുറെ പക്ഷികൾ വെപ്രാളത്തിൽ പറക്കുന്നത് ഇവൻ കാണുന്നു. അത് മാത്രമല്ല താഴെ ഉണ്ടായിരുന്ന കുറെ കടൽ വെള്ളമെല്ലാം ഉള്ളിൽ പോയത് കാണുന്നു. അവിടെ കുറെ വെള്ളമെല്ലാം വറ്റിക്കിടക്കുകയാണ്. ഈ വെള്ളം വറ്റിയതിൽ അവിടെ കുറെ മീനുകളെല്ലാം തുടിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്താണ് ഇവൾക്ക് നോക്കിയാൽ ദൂരത്ത് വെള്ളം നോക്കിയാൽ പൊങ്ങിയത് കാണുന്നത്. അവിടെ കുറച്ച് അടുത്ത് വരുമ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത് ഇതൊരു സുനാമിയാണെന്ന്. ആ സമയത്ത് കാട്ടിന്റെ ഉള്ളിൽ വെള്ളമെടുക്കാൻ പോയ മകൻ നോക്കിയാൽ അമ്മയുടെ സൗണ്ട് കേട്ട് ഇങ്ങോട്ട് ഓടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ഹീറോയും ഹീറോയിനിയും ഇവിടെ വെള്ളപ്പൊക്കത്തിൽ പെടുന്ന പോലെ ആവുന്നു. അങ്ങനെ നേരെ കാട്ടിനുള്ളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അമ്മയുടെ സൗണ്ട് കേട്ട് കരയിലേക്ക് വന്ന മകൻ സുനാമി നോക്കി തിരിച്ച് കാട്ടിനുള്ളിൽ തന്നെ ഓടുകയാണ്. ആ സമയത്ത് ഈ സുനാമി ആ കാട്ടിനെ തന്നെ മൊത്തം നശിപ്പിക്കുകയാണ്. ഈ സുനാമിയിൽ നിന്നും രക്ഷപ്പെട്ട മകൻ അമ്മേനെയും അച്ഛനെയും അന്വേഷിച്ച് അവസാനം അമ്മേനെ കണ്ടുപിടിക്കുകയാണ്. ആ സമയത്ത് അമ്മ നിന്റെ അച്ഛനെ വേഗം പോയി രക്ഷിക്കും പറയുമ്പോൾ ഇവൻ പെട്ടെന്ന് അവിടെ പോയി അച്ഛനെയൊക്കെ വിളിച്ചു നോക്കുന്നു. അതിനുശേഷം വെള്ളത്തിൽ ചാടി ആമയുടെ സഹായം വഴി ആ പരന്ന കടലിൽ മുഴുവനും തിരച്ചിൽ നടത്തുകയാണ്. അവിടെ തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എവിടെയും കിട്ടുന്നില്ല. ആമയുടെ സഹായം വഴി കുറെ ദൂരമൊക്കെ പോയി നോക്കുന്നു. ആ സമയത്താണ് അവിടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ ഒരു മുളവടിയിൽ പിടിച്ച് അവിടെ സ്വന്തം ജീവനെ വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്നത് കാണുന്നത്. ആ സമയത്ത് അച്ഛൻ അവനെ കണ്ടതും കൈ
കാണിക്കുന്നു. പക്ഷെ അവൻ നല്ല ക്ഷീണിതനായതുകൊണ്ട് പെട്ടെന്ന് അവിടെ നിന്ന് വെള്ളത്തിൽ വീഴുകയാണ്. വെള്ളത്തിൽ വീണ് അവിടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആമ വന്ന് അവൻ്റെ മകനും വന്ന് പെട്ടെന്ന് അവനെ നോക്കിയാൽ പൊക്കി മോളിൽ കൊണ്ടുവന്ന് അവിടെ നോക്കിയാൽ കരയിലെത്തിക്കുകയാണ്. ഇവിടെ തൻ്റെ ഭർത്താവിനെ ജീവനോടെ കണ്ടപ്പോഴാണ് തൻ്റെ മനസ്സിൽ ജീവൻ ഉദിക്കുന്നത്. അതിനുശേഷം ഇവർ 3 പേരും കരയിലെത്തി അവിടെ ഉണ്ടായിരുന്ന സ്ഥലമൊക്കെ ഇവരുടെ കണ്ണിൽ നോക്കുമ്പോൾ മനസ്സ് തന്നെ പൊട്ടുകയാണ്. കാരണം ഇവർ ഇത്ര വർഷം ചെയ്തു വെച്ചിരുന്ന എല്ലാ കാര്യവും അവിടെ നശിച്ചു പോകുന്നു. മുളവടികളെല്ലാം എടുത്ത് അവിടെ നോക്കിയാൽ തീ കത്തിച്ച് അവിടെ ഒരു പുതിയ സ്ഥലം തന്നെ ഉണ്ടാക്കുകയാണ്. കുറച്ചു മാസങ്ങളിൽ അവിടെ മുഴുവനും പുല്ല് വന്ന് അവിടെ ഒരു പുതിയ നദി തന്നെ ഉണ്ടാവുന്നു. അതിന്റെ ഉള്ളിൽ ഇവനെ ചെറുപ്പം കാലത്ത് കിട്ടിയ ഒരു കുപ്പി തിരികെ കിട്ടുകയാണ്. ഇവൻ ഇതൊക്കെ ഓർത്ത് അവിടെ നിന്നുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്താണ് ഇവൻ നോക്കിയാൽ ആ രാത്രിയിൽ ഒരു തീരുമാനം എടുക്കാൻ പോകുന്നത്. ഇവൻ ആ കടലിന്റെ തീരത്ത് നടന്നു പോകുന്നത് ഇവൻ അച്ഛൻ കാണുന്നു. ആ കടലിൽ മൊത്തം നടന്ന് അവിടെയുള്ള സ്ഥലമൊക്കെ അവൻ നോക്കും. അതിനുശേഷം അവനൊരു പാറയുടെ മുകളിൽ കയറിയിരുന്ന് ആ കടലിനെ നോക്കിയിരിക്കുകയാണ്. ഇവൻ ഇങ്ങനെ ചെയ്യുന്നത് ഇവന്റെ അച്ഛൻ നോക്കി നിൽക്കുകയാണ്. ഇവൻ അവിടെ നോക്കി നിന്നിട്ട് അവൻ നേരെ അവന്റെ കുടുംബത്തിന്റെ ഒപ്പം തിരികെ പോകുന്നു. അവൻ വരുന്നത് കണ്ട് അവന്റെ അച്ഛനമ്മ അവിടെ എണിച്ചിരിക്കുന്നു. ആ സമയത്ത് ഇവൻ അവന്റെ അച്ഛനമ്മടുത്ത് പോയി ഇരുന്നിട്ട് എനിക്ക് ഈ പുറം ലോകം പോയി കാണുന്നുണ്ട്, ഞാൻ നാളെ ഇവിടുന്ന് പോവുകയാണ്, നിങ്ങൾക്കത് സമ്മതമില്ലേന്ന് ചോദിച്ചതും അവൻ്റെ അച്ഛൻ അവൻ്റെ അമ്മനെ സമാധാനിപ്പിക്കുന്നു. അവർ നോക്കിയാൽ അവനെ പറഞ്ഞുവിടാൻ സമാധാനമാക്കുന്നു. ആ ദിവസം രാത്രി ഇവർ 3 പേരും ഒപ്പം കിടക്കുകയാണ്. അവരുടെ അവസാന രാത്രിയാണ് ഒപ്പം കഴിയുന്നത്. ഇവിടെ തന്റെ മകനെ പിരിയുന്നത് മനസ്സിൽ വലിയൊരു ഭാരമായിരിക്കുകയാണ്. ഇവിടെ അമ്മയുടെയും അച്ഛന്റെയും മകന്റെയും ഒരു വലിയ പിരിയിലൂടെ സങ്കടമാണ് പ്രകടിപ്പിക്കുന്നത്. അവൻ അവസാനമായി രാവിലെ അമ്മേന്റെ അടുത്തും അച്ഛൻ്റെ അടുത്തും കെട്ടിപ്പിടിച്ച് അവസാനമായി വിട പറയുകയാണ്. അതിനുശേഷം അവിടെ നിന്ന് വിട പറയുന്ന മുമ്പ് അവിടെ ഉണ്ടായിരുന്ന അമ്മേനെയും അച്ഛനെയും ആ സ്ഥലത്തിനെയും നോക്കിയിട്ട് അവസാനമായി വെള്ളത്തിൽ ചാടി വിട പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. ഇത് കണ്ട അച്ഛനെയും അമ്മനെയും നല്ലോണം സങ്കടം വരുന്നു. ആ ദിവസം രാത്രി അവൾ നല്ലോണം സങ്കടമാണെന്നറിഞ്ഞ് അവൻ നോക്കിയാൽ അവളിനെ സമാധാനിപ്പിച്ച് അവളിനെ കെട്ടിപ്പിടിച്ച് അവൾക്ക് നോക്കിയാൽ കുറെ സമാധാനമായിട്ടുള്ള കുറെ വാക്കുകൾ പറയുന്നു. അതിനുശേഷം അവിടെ മകന്റെ ഓർമ്മകളല്ലാതെ വേറെ ഒന്നുമില്ല. അവിടെ കുറച്ച് വർഷങ്ങൾ കടന്നു പോവുകയാണ്. അവന് നല്ലോണം വയസ്സായി. അവർക്ക് എന്നിട്ടും അവിടെ സന്തോഷക്കുറവൊന്നുമില്ല. അവിടെ അവനും അവളും നോക്കിയാൽ സന്തോഷമായി ജീവിച്ച് അവിടെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ നോക്കിയാൽ അവിടെ ആ കടൽ തീരത്ത് 2 പേരും നടന്ന് അവരുടെ പഴയ കാലങ്ങളൊക്കെ ആലോചിച്ച് അവിടെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചേർത്ത് പറയാൻ വാക്കുകൾ പോരാ. ഇവിടെ അവർ കടൽ തീരത്ത് ഡാൻസൊക്കെ കളിച്ച് പഴയ കാലമെല്ലാം ആലോചിച്ച് അവിടെ കടൽ തീരത്ത് കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് ഇവൻ നോക്കിയാൽ അവിടെ മരണപ്പെടുകയാണ്. ഇത് കണ്ടവൾ അവിടെ പൊട്ടിക്കരഞ്ഞ് ആ കടൽ തീരത്ത് നോക്കിയാൽ ഇരുന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇവൾ അവിടെ കടന്ന് അവന്റെ കയ്യിൽ തൊട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവൾ പെട്ടെന്ന് വീണ്ടും ആമയായി മാറുകയാണ്. അതിനുശേഷം ഇവൾ വീണ്ടും കടലിൽ തന്നെ തിരികെ പോകുന്നു. ആ സമയത്താണ് നമുക്ക് മനസ്സിലാവുന്നത് ഇവൾ ഇവിടെ വന്നിരിക്കുന്നത് ഇവന്റെ ഒറ്റപ്പെടൽ മാറ്റാനായിരുന്നു. ശരിക്കും ഞാനിതൊരു റിവ്യൂ ആയിട്ട് എടുത്തത്. പക്ഷെ ലാസ്റ്റ് സീനായപ്പോൾ എനിക്ക് തന്നെ ഒരു മനസ്സിലൊരു കരച്ചിൽ വന്ന് കുറച്ച് ശരിക്കും പറഞ്ഞാൽ കരഞ്ഞായി. ഇത് എൻ്റെ ഒരു സൈഡത്തെ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് കരച്ചിലൊന്നും അറിയില്ല, ചിലപ്പോൾ നിങ്ങൾ സ്ട്രോങ് ആയിരിക്കും. ബട്ട് ചിലവർക്ക് എന്തായാലും കുറച്ചെങ്കിൽ ഫീൽ വന്നിട്ടുണ്ടാവും. അവർ താഴെ എന്തായാലും കമൻറ്റ് അയക്കുക. നിങ്ങൾക്ക് എന്താണ് തോന്നിയത് താഴെ കമൻറ്റ് അയക്കുക. ഞാൻ ഈ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് അയക്കുക. ഞാൻ ശരിക്കും അത് നെക്സ്റ്റ് വീഡിയോ കറക്റ്റാക്കുന്നതാണ്. ഇതുപോലെ കുറേ ഫീൽ ഗുഡ് വീഡിയോ ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യും. ഞാൻ ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യാൻ. പക്ഷേ ഒരു ലൈക്കെങ്കിലും ഇട്ട് പോകാൻ നിങ്ങളെ കൊണ്ട് പറ്റിയ ലൈക്ക് ഇട്ട് പോകൂ. Okay friends, thanks for watching this video. It's your Anand voice over. Please take care. We will meet on next video. Thank you for watching.